dear students, welcome to Prerna. This class is on the attempts towards German unification. So by now you know what were the conditions in Germany before it got unified. We have already discussed on the political fragmentation, the cultural differences, the parochialism and the feudal structure which Germany had in the 1850s. So it was against these forces that the liberal and radical ideologies had to assert. It was not very easy. But at the same time, you can understand that there were so many attempts which were made as early as 1830s towards German unification. അപ്പോൾ ഇറ്റലിയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ 1830കളിലെ റെവല്യൂഷൻ 1848 നമുക്കറിയാം, ദാറ്റ് ഇസ് നോൺ ആസ് എ ഇയർ ഓഫ് റെവല്യൂഷൻ ഇൻ യൂറോപ്പ്. അത്തരത്തിലുള്ള വിപ്ലവങ്ങളൊക്കെ തന്നെ ജർമ്മനിയിലും കാര്യമായിട്ട് അതിൻ്റെ ചാലക ശക്തിയെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ജർമ്മനിയിലും കാര്യമായ മാറ്റമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നത്. യു ക്യാൻ സീ ഹൗ ഇറ്റ് ട്രിഗേർഡ് ദ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ ദ മൈൻഡ്സ് ഓഫ് ജർമൻ സ്പീക്കിംഗ് പോപ്പുലേഷൻ. They wanted to liberate themselves from the clutches of monarchy. They wanted to assert more and more of liberal ideologies. They wanted to usher in constitutional monarchy. So you could see that such ideas prevailed. And let us see which were the major attempts. അപ്പോൾ ഇറ്റലിയിലെ പോലെ തന്നെ പലതരത്തിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് അവിടെ ഇവിടെ ചെറിയ ചെറിയ ഓർഗനൈസേഷൻ, യങ് ഇറ്റലി പോലെ ഇവിടെ യങ് ജർമ്മൻ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് മൂവ്മെൻറ്റ്സ് were there as early as 1830s. ഓക്കെ, അപ്പം ഇറ്റലിയുടെ പോലെ തന്നെയാണ് ഏകദേശം ജർമ്മനിയിൽ നടക്കുന്നതെന്നാണ് മിസ് ഇവിടെ പറയുന്നത് കേട്ടോ. ലെറ്റ് us see now. 1835 to 1848 witnessed a lot of agitation in the German states because of the influence of the revolutions which began in France. From France it spread to the neighboring countries, Italy, Germany മുതലായ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യണം. Let us see how these revolutions aimed at the establishment of liberal states and who gave a leadership. ഏതൊരു വിപ്ലവം എടുക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിലും നമുക്കറിയാം, ഒരു ആൻറ്റി ഗവൺമെൻറ് ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക നയം വന്നാൽ അതിന് ആദ്യമായിട്ട് അതിനൊരു പ്രതികരിക്കുക ആരാണ്? ടീച്ചേഴ്സാണ്, സ്റ്റുഡൻസ് ആൻഡ് റൈറ്റേഴ്സ്, ബിക്കോസ് ദേ ആർ ദ എൻലൈറ്റൻഡ് ലോട്ട്, ഇന്റലക്ച്വൽസ് എന്ന് പറയുന്ന വിഭാഗം. സോ ഹിയർ ഓൾസോ ഡിസ്കണ്ടന്റ് കെയിം ഫസ്റ്റ് ഫ്രം ദ ഇന്റലക്ച്വൽസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് റൈറ്റേഴ്സ്. There were movements, there were organizations like the Young Germans, where on the parent blacks. Such organizations were there which really did not do much, but we have to mention their names when we speak about the German unification. നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡിൽ എന്താണുള്ളത്. ഓക്കെ, ഇറ്റ് ഗേവ് എ സ്റ്റിമുലസ് ടു ദ യൂണിഫിക്കേഷൻ പ്രോസസ്, ദ റെവല്യൂഷൻസ് ഓഫ് 1830 and 1848. It also witnessed the downfall of Metternich, who had drafted the Congress of Vienna. 1815 മെറ്റേണിക് കൊണ്ടുവന്ന പുതിയ മാപ്പ് ആണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നെപ്പോളിയൻ്റെ പതനത്തിന് ശേഷം. അപ്പം മെറ്റേണിക്കിൻ്റെ പതനമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. 1830കൾക്ക് ശേഷമാണ് മെറ്റേണിക്കിൻ്റെ പതനമാണ് കാണുന്നത്. സോ മെറ്റേണിക് സിസ്റ്റം ആസ് സച്ച് ഗ്രാജുവലി വിത്തേർഡ് അവേ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയെ പറ്റി പറയുകയാണെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ the role played by the biggest state. In the last class I had mentioned, when I had showed the map of Germany before its unification, ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതായിരുന്നു? പ്രഷ്യ, PRUSSIA. Prussia at that time was ruled by Frederick William IV. ഹോഹൻസോളേൺ എന്ന് പറയുന്ന ഒരു ഡൈനസ്റ്റിയാണ് ജർമ്മനി ഭരിച്ചത്, പ്രഷ്യ ഭരിച്ചിരുന്നത്, ഹോഹൻസോളേൺ. അപ്പം ഇദ്ദേഹത്തിന് എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വിപ്ലവം 1848 വിപ്ലവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് he was in fact forced to accept a lot of liberal demands. കുറച്ച് അദ്ദേഹം ഒരു വളരെ സ്ട്രിക്റ്റായ രാജാവാണെങ്കിലും കുറച്ച് ലിബറൽ ആവേണ്ടി വന്നു ഡ്യൂ ടു ദ revolutions everywhere around. ഓർക്ക, ഫ്രെഡറിക് വില്യം ഫോർത്ത് ഓഫ് പ്രഷ്യ. ഇനി പ്രധാനമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രാങ്ക്ഫർട്ട് അസംബ്ലിയാണ്.
1849 ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി. ഇത് 1848 കലാപത്തിന് ശേഷം, വിപ്ലവത്തിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ടുവേർഡ്സ് ജർമ്മൻ യൂണിഫിക്കേഷൻ. ദിസ് അസംബ്ലി വാസ് ഇൻ ഫാക്ട് കൺവീൻഡ് ടു യൂണിഫൈ ജർമ്മനി. Prussia had to take the leadership. Okay, Prussia had to take the leadership. It produced a constitution. എല്ലാ മെമ്പേഴ്സും കൂടെ അവരിരുന്നിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം എന്താണ്? ഓസ്ട്രിയ വാസ് എക്സ്ക്ലൂഡഡ്. എല്ലാവർക്കും ഓസ്ട്രിയയുടെ കൺട്രോളാണ് തീരെ ഇഷ്ടമില്ലായിരുന്നത്. ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ. അപ്പോൾ ഓസ്ട്രിയ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സോ ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് ഓസ്ട്രിയ ഇൻ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഏത്? ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി. ഇനി ഈ ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ബൈ നൗ യു നോ വാട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഈസ്. ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വിത്ത് എ പാർലമെന്റ് നോക്കുക, ഇലക്റ്റഡ് ബൈ ഓൾ അഡൾട്ട് മെയിൽസ്. സ്ത്രീകളുടെ കാര്യം ഇവിടെ പറയുന്നില്ല. അഡൾട്ട് മെയിൽസ്, ഫ്രാഞ്ചൈസ് വോട്ടിംഗ് റൈറ്റ്സ് വെ ഗിവൺ ടു മെയിൽസ് എന്നാണ് പറയുന്നത്. സോ ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി എന്താണ് ശരിക്കും? ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്ത് 1849 ജർമ്മനി യൂണിഫൈഡ് ആക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് പ്രഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അവരെന്താണ് ചെയ്യുന്നത്? ദേ ഡ്രാഫ്റ്റഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ദേ എക്സ്ക്ലൂഡഡ് ഓസ്ട്രിയ ഫ്രം ഓൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ദേ talked about a constitutional monarchy. So Frankfurt Assembly. ഇനി എന്താണ് ഇത്? ഈ അസംബ്ലിക്ക് എന്ത് പറ്റി നോക്കാം. ഫ്രെഡറിക് ആണല്ലോ ഈ ഒരു കാലഘട്ടത്തിലെ രാജാവ്. അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ് ഓസ്ട്രിയ പുറത്താക്കി ബാക്കിയുള്ള ജർമ്മൻ സ്റ്റേറ്റ്സുകളൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. ഹി വാസ് ആസ്ക്ഡ് ടു ടേക്ക് ദ ലീഡർഷിപ്പ്. ഓക്കെ, ഫ്രെഡറിക് എന്ന് പറയുന്ന ഹോഹൻസോളേൺ റൂളർ ഓഫ് പ്രഷ്യ. ബട്ട് വാട്ട് ഡിഡ് ഹി ഡു? ഹി വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. എന്തുകൊണ്ടാണ്? കാരണം ഓസ്ട്രിയ പുറമെയാണ്. ഓസ്ട്രിയ പുറത്താക്കിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണല്ലോ ഇത്. സോ ഓസ്ട്രിയയുടെ ദേഷ്യം അദ്ദേഹത്തിന് താല്പര്യം. ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ഇൻവൈറ്റ് ദ റാത്ത് ഓഫ് ഓസ്ട്രിയ. സോ ഹി വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ crown given to him by the other German states. He said that he refused to accept the throne from the gutter. Thrown from the gutter. Thrown from the gutter എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ ഒരു ചളിക്കുഴിയിൽ വീണ ഒരു സിംഹാസനം, അതെനിക്ക് ആവശ്യമില്ല എന്നാണ്. thrown from the gutter. Frankfurt Assembly in that way was a total failure. Okay, aristocrats opposed all attempts towards unification. Aristocrats എല്ലാ അറ്റംപ്റ്റ്സും വേണ്ടാതെ വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി ഒരു പരാജയമായി മാറുകയാണ്. ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി വാസ് എ ടോട്ടൽ ഫെയിലിയർ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ശേഷം ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി പരാജയപ്പെട്ടെങ്കിലും ജർമ്മൻ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റ് നമ്മൾ പറയുന്ന സമയത്ത് യു ഹാവ് ടു റിയലി കീപ്പ് ഇൻ മൈൻഡ് ദ റോൾ ഓഫ് ദ ഫ്രാങ്ക്ഫർട്ട് അസംബ്ലി. അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം, ഫ്രെഡറിക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് രാജാവാകുന്നത്. ഹിസ് നെയിം വാസ് വില്യം ഫസ്റ്റ്. വില്യം ഫസ്റ്റ് ബിക്കെയിം ദ റൂളർ ഇൻ 1861. അദ്ദേഹം ഒരു കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു രാജാവാണ്. ഹോഹൻസോളേൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം. ഹി വോണ്ടഡ് ടു എക്സ്പാൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഹോഹൻസോളേൺ എംപയർ. ഹി വോണ്ടഡ് ടു യൂണിഫൈ ജർമ്മനി, ഓൾ ജർമ്മൻ സ്റ്റേറ്റ്സ് അണ്ടർ പ്രഷ്യൻ ലീഡർഷിപ്പ്. ബ്രദറിനേക്കാളും കുറെ കൂടെ എന്താ പറയുക, ഒരു വിഗറസ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. This attempts led to the Prussianization of Germany. What is the Prussianization of Germany എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രഷ്യയുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നതിനാണ് പറയുന്നത് Prussianization. Prussia being the leader there. And his major move was regarding the appointment of a very efficient prime minister, that was Otto von Bismarck. You must have heard the name of Bismarck. Bismarck എന്ന് പറയുന്ന വളരെ ശക്തനായൊരു ആളെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആക്കുകയാണ്. So that was in fact the move made by William First, which led or which gave impetus or strength to German unification, the appointment of Otto von Bismarck. And from that point you see how this man dominated the whole scene, or rather he became the leader of the German unification movement. Otto von Bismarck, രാജാവിനെക്കാളും വലിയ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ട് ബിസ്മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. So what is about Otto von Bismarck? 1815-1898, that was the period that he lived. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ don't think that he was a liberal.
Okay, don't think that he was a Democrat. No, Bismarck was not a liberal, not a Democrat. Then what was he? He was born in an aristocratic family known as the Junkers. Junkers എന്ന് പറയുന്ന ഒരു കുടുംബം, അതിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ he did not like liberal ideologies, democratic ideologies. But at the same time, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, he was a master of the real politics. What is the meaning of the real politics? Politic എന്ന് പറയുന്നത്, അത് I've used this term before in the case of Count Cavour too. അതായത് പ്രാക്ടിക്കൽ ഓർ റിയൽ പോളിറ്റിക്സ്. ഇത് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കാം, അത്തരത്തിലുള്ളൊരു പോളിറ്റിക്സ്. ഈ വാസ് എ വെരി വെരി കണ്ണിങ്, അല്ലെങ്കിൽ വളരെ ശക്തനായ, അല്ലെങ്കിൽ വളരെ സാമർഥ്യമുള്ളൊരു ഡിപ്ലോമറ്റ് ആയിരുന്നു ബിസ്മാർക്ക്. So he was a master of real politics. എല്ലാ തരത്തിലുള്ള മെത്തേഡ്, he was ready to use violence, he was ready to wage wars. So he used all sorts of methods, and his goal was what? Unification of Germany. Okay. Now, the important quote ആണ്, Bismarck is always known as the man of blood and iron. Okay, അദ്ദേഹം പറഞ്ഞിട്ടൊരു കോട്ടിൽ നിന്നാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. Greatest questions of the day will not be decided by speeches and majority solutions, but by blood and iron എന്നാണ് ഈ സ്ലൈഡ് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറയുമ്പം he was ready to use violence. He was not a person of dialogues and meetings and speeches. വെറുതെ പ്രസംഗിക്കുക, വെറുതെ ആൾക്കാർ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് തീരുമാനം. നോ, അതിനൊന്നും ആവശ്യമില്ല. ലെറ്റ് us use a method which he believed could be successful through blood and iron policies. So that is why we call him as the person, the blood and iron policy of Bismarck എന്ന് പറയുന്നതും iron man എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. So he believed in militarism and he strengthened Prussian army. അപ്പം ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ വെറുതെ അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല. അതിന് മുന്നേ ശക്തമായിട്ടുള്ള ഒരു ആർമി പ്രഷ്യക്ക് ഉണ്ടാക്കണം. വാട്ട് കാവർ ഡിഡ് ഇൻ ഇറ്റലി, സാർഡീനിയ. അതേപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത്. wanted to make Prussia powerful by making a very strong army. ഓക്കെ, ശക്തമായ ആർമി ഉണ്ടെങ്കിൽ ഓസ്ട്രിയനെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ, എല്ലാ ഫോറിനേഴ്സിനെ തുരത്താൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. സോ ലെറ്റ് us see how he did, which all the wars were there, which all were the wars that he engaged. So you can see 3 major wars. ഓക്കെ, 3 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് ബിസ്മാർക്ക് നടത്തുന്നത്. പ്രഷ്യ on one side leading the German states, and on the other side you can see that there was a war with Denmark, otherwise known as the Danish War, that was in 1864. രണ്ടാമത്തെ യുദ്ധം, the war with Austria, 1866. This was the same war which we had discussed during the Italian unification of 1866. പിന്നെ മൂന്നാമത്തെ war, the war with France, 1870-71. Again, when we discussed Italian unification, this was a war that we had mentioned. So 1870-71 was the last war that he had waged against France, and by 1871 he was able to complete the unification process through these 3 wars. He did not actually use other methods. He was not always for talking with people and having dialogues, but he straight away went to wars. യുദ്ധങ്ങൾ നടത്തുകയും ഈ 3 യുദ്ധങ്ങൾ വഴിയുമാണ് എന്ത് സംഭവിക്കുന്നത്? German unification in 1871. So in the next class we'll be discussing about these 3 wars: Danish War, Austrian War, and the French War, with which German states waged. Okay, അതിലേക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്. that we'll be finishing German unification in the next class. Okay, so that is for today. Bye.